ഹലോ വെൽക്കംസ് ടു ആമിസ് ഫാം. 8th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് ചാപ്റ്റർ ആണ് കേട്ടോ, ഫസ്റ്റ് യൂണിറ്റിലെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും എല്ലാം കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ ബോയ് ഹു ഡ്രൂ കാറ്റ്. ഡ്രൂ എന്ന് പറഞ്ഞാൽ ഡ്രോ എന്ന വാക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, വരയ്ക്കുക, വരച്ചു എന്നർത്ഥം. അപ്പോൾ കാറ്റ്, പൂച്ചകളെ വരയ്ക്കുന്ന ഒരു ആൺകുട്ടിയുടെ ഒരു കഥയാണ് ഇത് കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ സ്റ്റോറിയിൽ ദ മിക്സ്റ്റോറിയസ് പിക്ചറിൽ നമ്മൾ ഒരു പെയിൻറ്ററിനെ കണ്ടിട്ടുണ്ടായിരുന്നു, ടിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും ആ പെയിൻറ് സംബന്ധമായിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. A long time ago, in a small country village in Japan, there lived a poor farmer and his wife who were very good people. അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ജപ്പാനിലെ ഒരു വില്ലേജിലെ ഒരു ഫാമിലി താമസിച്ചിരുന്നു. ആരായിരുന്നു? ഒരു ഫാർമർ, ഒരു കൃഷിക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു. നല്ല ആൾക്കാരായിരുന്നു, വളരെ നല്ല ആൾക്കാരായിരുന്നു അവർ. ദേ ഹാഡ് എ നമ്പർ ഓഫ് ചിൽഡ്രൻ. ഇവിടെ ശ്രദ്ധിക്കുക, അവർക്ക് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്നർത്ഥം. ചൈൽഡ് എന്നാണെങ്കിൽ കുട്ടി എന്നർത്ഥം. ഓക്കെ, ചിൽഡ്രൻസ് എന്ന് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യില്ല കേട്ടോ. ദേ ഹാഡ് എ നമ്പർ ഓഫ് ചിൽഡ്രൻ ആൻഡ് ഫൗണ്ട് ഇറ്റ് വെരി ഹാർഡ് ടു ഫീഡ് ദം ഓൾ. ഒരുപാട് കുട്ടികളുണ്ട്, അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഫീഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ കുറച്ച് ടഫായിരുന്നു. ദ എൽഡർ സൺ വാസ് സ്ട്രോങ് ഇനഫ് വെൻ ഓൺലി 40 years old ടു ഹെൽപ്പ് ഹിസ് ഫാദർ. 14 വയസ്സാകുമ്പോൾ ആദ്യത്തെ മകൻ, എൽഡർ സൺ മൂത്ത മകൻ, എന്താണ്, അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വില്ലിങ് ആയിരുന്നു. അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു കുട്ടി. ആൻഡ് ദ ലിറ്റിൽ ഗേൾസ് ലേൺ ടു ഹെൽപ്പ് ദെയർ മദർ ഓൾമോസ്റ്റ് ആസ് സൂൺ ആസ് ദേ കുഡ് വാക്ക്. അതുമാത്രമല്ല, പിന്നെയുള്ള പെൺകുട്ടികൾ അവർ നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ബട്ട് ദ യങ്ങർ ചൈൽഡ്, എ ലിറ്റിൽ ബോയ്, ഡിഡ് നോട്ട് സീം ടു ബി ഫിറ്റ് ഫോർ ഹാർഡ് വർക്ക്. പക്ഷേ ഏറ്റവും താഴെയുള്ള കുട്ടി ഒരു ആൺകുട്ടിയായിരുന്നു. അവനെ ഹാർഡ് വർക്ക്, കഠിനാധ്വാനം ചെയ്യാൻ തക്ക ശരീരം ഉണ്ടായിരുന്നില്ല. ഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ശരീരത്തിൻ്റെ ഘടനയെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹി വാസ് വെരി ക്ലെവറർ ദാൻ ഓൾ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. പക്ഷേ എന്തായിരുന്നു, അവൻ ഫിറ്റ് അല്ലെങ്കിലും ക്ലെവർ, അവൻ ഭയങ്കര ബുദ്ധിമാനായിരുന്നു ബാക്കിയുള്ള എല്ലാ ചേട്ടനും അതുപോലെ തന്നെ ചേച്ചിമാരെക്കാളും ഒക്കെ. ബട്ട് ഹി വാസ് ക്വൈറ്റ് വീക്ക് ആൻഡ് സ്മോൾ ആൻഡ് പീപ്പിൾ സെഡ് ഹി കുഡ് നെവർ ഗ്രോ വെരി ബിഗ്. പക്ഷേ എന്താണ്, ആളുടെ ശരീരം ഭയങ്കര വീക്കാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു ഇവൻ അധികം ഒന്നും വളരില്ല എന്ന് പറഞ്ഞു. സോ ഹിസ് പാരൻസ് തോട്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ഹിം ടു ബിക്കം എ പ്രീസ്റ്റ് ദാൻ ടു ബിക്കം എ ഫാർമർ. അപ്പോൾ അവരുടെ അച്ഛനമ്മയും പാരൻസ് വിചാരിച്ചു എന്താണ്, ഒരു ഫാർമർ ആക്കാനുള്ള ആ ഒരു ഫാർമറാവാൻ, കൃഷിക്കാരനാവാൻ നമുക്കറിയാം അത്യാവശ്യം ആരോഗ്യം വേണം. അത് അവനില്ലാത്തതുകൊണ്ട് അവനൊരു പുരോഹിതനാക്കാമെന്ന് വിചാരിച്ചു, പ്രീസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, പുരോഹിതൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ടെമ്പിളിലെ അമ്പലങ്ങളിലാവുമ്പോൾ നമ്പൂതിരി നമ്മൾ പറയും, ക്രിസ്ത്യൻസ് ആണെങ്കിൽ എന്ത് പറയും, പള്ളിയിലച്ഛൻ, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല. അതുപോലെ ദേ ടുക്ക് ഹിം വിത്ത് ദം ടു ദ വില്ലേജ് ടെമ്പിൾ. അപ്പോൾ എന്ത് ചെയ്തു, വില്ലേജിലുള്ള ഗ്രാമത്തിലുള്ള അമ്പലത്തിലേക്ക് അവനെയും കൊണ്ടുപോയി. വൺ ഡേ ആൻഡ് ആസ്ക് ദ ഗുഡ് ഓൾഡ് പ്രീസ്റ്റ് ഹു ലിവ്ഡ് ദർ. അപ്പോൾ ഒരു ദിവസം അവനെ കൊണ്ടുപോയി, എന്നിട്ട് അവിടെയുള്ള ഒരു ഓൾഡ് പ്രീസ്റ്റിനോട്, ഓക്കെ, ഒരു നല്ലൊരു വയസ്സായ ഒരു പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്പൂതിരിയാവും, ആളോട് ചോദിച്ചു ഇഫ് ഹി വുഡ് ഹാവ് ദർ ലിറ്റിൽ ബോയ് ഫോർ ഹിസ് acolyte ആൻഡ് ടീച്ച് ഹിം ഓൾ ദാറ്റ് എ പ്രീസ്റ്റ് ഓട്ട് ടു നോ. അപ്പോൾ acolyte എന്ന് പറഞ്ഞാൽ ശിഷ്യൻ എന്നർത്ഥം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് ഇവനെ നിർത്താൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഒരു പ്രീസ്റ്റ്, ആ ഒരു നമ്പൂതിരി അല്ലെങ്കിൽ പള്ളിയിലച്ചൻ, ഇവിടെ ഇപ്പോൾ ടെമ്പിൾ ആയതുകൊണ്ട് നമ്പൂതിരി ആയിരിക്കും. അപ്പോൾ അവരെന്തൊക്കെ പഠിക്കുന്നു ആ കാര്യങ്ങൾ ഇവനെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. ദ ഓൾഡ് മാൻ സ്പോക്ക് കൈൻഡ്ലി ടു ദ ലാഡ്. ലാഡ് എന്ന് പറഞ്ഞാൽ ബാലൻ. അപ്പോൾ ആ ഒരു ഓൾഡ് മാൻ ഭയങ്കര കൈൻഡായിട്ട് ആ ഒരു കുട്ടിയോട് സംസാരിച്ചു. ആൻഡ് ആസ്ക്ഡ് ഹിം സം ഹാർഡ് ക്വസ്റ്റ്യൻ. അതിനുശേഷം ഒരു പ്രീസ്റ്റ് ആകണമെങ്കിൽ അത്യാവശ്യം വിവരമൊക്കെ നമുക്ക് വേണ്ടേ, അപ്പോൾ കുറച്ച് വലിയ കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവനോട് ചോദിച്ചു. So clever were the answers that the priest agreed to take the little fellow into the temple as an acolyte and to educate him for the priesthood. അപ്പോൾ എന്ത് തീരുമാനിച്ചു, അവൻ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും അവൻ്റെ കയ്യിൽ നല്ല ബുദ്ധിപരമായിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് പ്രീസ്റ്റ് പറഞ്ഞു ഇവനെ ഞാൻ എൻ്റെ ശിഷ്യനായിട്ട് നിർത്താമെന്ന് പറഞ്ഞു. ദ ബോയ് ലേൺ ക്വിക്ലി വാട്ട് ദ ഓൾഡ് പ്രീസ്റ്റ് ടോട്ട് ഹിം ആൻഡ് വാസ് വെരി ഒബീഡിയൻറ്റ് ഇൻ മോസ്റ്റ് തിങ്സ്. അപ്പോൾ ആ കുട്ടി വേഗം തന്നെ ഈ ഓൾഡ് പ്രീസ്റ്റ് എന്താണോ പഠിപ്പിക്കുന്നത് അത് പെട്ടെന്ന് പഠിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല വെരി ഒബീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല അനുസരണയുള്ള ഒരു കുട്ടിയായിരുന്നു. ബട്ട് ഹി ഹാഡ് വൺ ഫോൾട്ട്. പക്ഷേ അവനൊരു കുഴപ്പമുണ്ട്. എന്താണ്, ഹി ലൈക്ക് ടു ഡ്രോ കാറ്റ് ഡ്യൂറിങ് ദ സ്റ്റഡി ഹവേഴ്സ് ആൻഡ് ടു ഡ്രോ കാറ്റ് ഈവൻ where cat ought not to have been drawn at all. അപ്പോൾ അവന് പഠിക്കുന്ന ഇടയിലെല്ലാം സമയം കിട്ടുമ്പോഴൊക്കെ ഇവൻ എന്താണ്, പൂച്ചയെ വരച്ചുകൊണ്ടിരിക്കും. അതുമാത്രമല്ല എവിടെയൊക്കെയാണോ അല്ലെങ്കിൽ ഏത് സമയത്തൊക്കെയാണോ പൂച്ചയെ വരയ്ക്കാൻ പാടില്ലാത്തത് അവിടെയൊക്കെ അവൻ വരയ്ക്കും. നമുക്കിതാ ഈ ഒരു പിക്ചറിൽ കാണാനുണ്ട് കേട്ടോ, ആ കുട്ടി ഇങ്ങനെ വരയ്ക്കുന്നത് ഓരോ സ്ക്രീനിലും അതുപോലെ തന്നെ ടെമ്പിളിൻ്റെ പുറത്തും വാളുമൊക്കെ വരയ്ക്കുന്നത് കാണാം.
Whenever he found himself alone, he drew cat. എപ്പോഴാണ് അവൻ ഒറ്റയ്ക്കിരിക്കേണ്ട ടൈം വന്ന് അപ്പോഴൊക്കെ അവൻ കാറ്റിനെ അങ്ങനെ വരച്ചുകൊണ്ടിരുന്നു. He drew them on the margins of the priest book and on all the screen of the temple and on the walls and on pillars. അപ്പോൾ ആ ടെമ്പിളിൻ്റെ ചുമരുമയും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുമുള്ള പില്ലേഴ്സുമേ അതുപോലെ തന്നെ തൂണുമേ അതുമാത്രമല്ല പ്രീസ്റ്റിൻ്റെ ബുക്കിലും ഇവൻ വരച്ചു തുടങ്ങി. ഇവിടെ ഒരു സ്ക്രീൻസ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത് മറകൾ എന്നാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. സ്ക്രീൻ മറച്ചിടുന്ന എന്തെങ്കിലും ആയിരിക്കാം. സെവറൽ ടൈം ദ പ്രീസ്റ്റ് ടോൾഡ് ഹിം ദിസ് വാസ് നോട്ട് റൈറ്റ് ബട്ട് ഹി ഡിഡ് നോട്ട് സ്റ്റോപ്പ് ഡ്രോയിങ് കാറ്റ്. ഒരുപാട് വട്ടം പ്രീസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇത് കറക്റ്റ് അല്ല, ഇത് നീ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്, പക്ഷേ അവന് വരയ്ക്കണം നിർത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഹി ഡ്രൂ ദം ബിക്കോസ് ഹി കുഡ് നോട്ട് റിയലി ഹെൽപ്പ് ഇറ്റ്. അവനെ അത് നിർത്താൻ പറ്റാത്തതുകൊണ്ടാണ് അവൻ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഹി ഹാഡ് വാട്ട് ഈസ് കോൾഡ് ദ ജീനിയസ് ഓഫ് എൻ ആർട്ടിസ്റ്റ്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ്, ഒരു കലാകാരൻ്റെ പ്രതിഭാശാലി അത് അവനിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവനിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഹി ഹാഡ് വാട്ട് ഈസ് കോൾഡ് ദ ജീനിയസ് ഓഫ് എൻ ആർട്ടിസ്റ്റ് ആൻഡ് ജസ്റ്റ് ഫോർ ദാറ്റ് റീസൺ ഹി വാസ് നോട്ട് ക്വൈറ്റ് ഫിറ്റ് ടു ബി ആൻ acolyte. എ ഗുഡ് acolyte ഷുഡ് സ്റ്റഡി ബുക്സ്. അപ്പോൾ ആ ഒരു ഒറ്റ റീസൺ കാരണം അവനൊരു നല്ല ശിഷ്യനാവാൻ, ഒരു നല്ല acolyte ആവാൻ അവന് സാധിക്കില്ല. കാരണം എന്താ, ഒരു ഗുഡ് acolyte എപ്പോഴും എങ്ങനെയാണ്, അവരെപ്പോഴും ബുക്സൊക്കെ വായിച്ച് പഠിച്ച് നിൽക്കും. One day, after he had drew some very clever pictures of cat upon a paper screen, the old priest said to him severely. അപ്പോൾ എന്ത് പറഞ്ഞു, ഒരു ദിവസം അവനിങ്ങനെ കാറ്റിൻ്റെ പിക്ചറൊക്കെ വരച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ അവിടുത്തെ ആ പുരോഹിതൻ വന്നിട്ട് പ്രത്യേകമായിട്ട് സിവിയർലി എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് ഗൗരവത്തോട് കൂടിയിട്ട് ഒരു കാര്യം പറഞ്ഞു. മൈ ബോയ്, യു മസ്റ്റ് ഗോ അവേ ഫ്രം ദിസ് ടെമ്പിൾ അറ്റ് വൺസ്. യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രീസ്റ്റ് ബട്ട് പെർഹാപ്പ്. അപ്പോൾ എന്ത് പറഞ്ഞു, എൻ്റെ മകനെ എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നീ ഈ ഒരു ടെമ്പിളിൽ നിന്ന് നീ എങ്ങോട്ടേലും പോകണം, കാരണം നിനക്കൊരു നല്ല പുരോഹിതനാവാൻ കഴിയില്ല. പക്ഷേ അതാണ് ബട്ട് പെർഹാപ്സ് എന്നുള്ള മീനിങ്. യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ കലാകാരൻ, പക്ഷേ നീ നല്ലൊരു കലാകാരനാകും. നൗ ലെറ്റ് മീ ഗിവ് യു ലാസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ്. ഇനി എന്തായാലും അവസാനമായിട്ട് നിനക്ക് ഞാനൊരു അഡ്വൈസ് തരാം, ലാസ്റ്റ് ആയിട്ടുള്ളൊരു അഡ്വൈസ്, ഉപദേശം. ആൻഡ് ബി ഷുവർ യു നെവർ ഫോർഗെറ്റ് ഇറ്റ്. പിന്നെ നീ എന്തായാലും ഉറപ്പുവരുത്തണം അതൊരിക്കലും മറക്കില്ല എന്ന്. അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. അപ്പോൾ എന്താ പറഞ്ഞേ, വലിയ സ്ഥലങ്ങൾ രാത്രികളിലെ നീ അവോയ്ഡ് ചെയ്യണം, എന്നിട്ട് ചെറിയ സ്ഥലത്ത് ഒതുങ്ങണം എന്ന് പറയാണ്. ദ ബോയ് ഡിഡ് നോട്ട് നോ വാട്ട് ദ പ്രീസ്റ്റ് മെന്റ് ബൈ സേയിങ്. അപ്പോൾ ആ ഒരു ബോയ്ക്ക് മനസ്സിലായില്ല എന്താണ് ഈ പുരോഹിതൻ പറഞ്ഞതിൻ്റെ മീനിങ് എന്താണ്. അവോയ്ഡ് ലാർജ് പ്ലേസ്, കീപ് ടു സ്മോൾ. വലിയ സ്ഥലങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് ചെറിയ സ്ഥലങ്ങളിൽ ഒതുങ്ങാം. ഹി തോട്ട് ആൻഡ് തോട്ട് വൈൽ ഹി വാസ് ട്രൈങ് അപ്പ് ഹിസ് ലിറ്റിൽ ബണ്ടിൽ ഓഫ് ക്ലോത്ത്. അപ്പോൾ ടൈയിങ് എന്ന് പറഞ്ഞാൽ കെട്ട്, എന്ത് കെട്ടുമ്പോൾ അവൻ്റെ ക്ലോത്ത്സൊക്കെ അവനിങ്ങനെ ബണ്ടിൽ ചെയ്യണം. ഓക്കെ, ഓരോ ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുകയാണ്, കെട്ടി വയ്ക്കുകയാണ്. അപ്പോൾ അവങ്ങനെ ആലോചിച്ച് എന്താണ് പറഞ്ഞതെന്നുള്ളത്. ടു ഗോ എവേ, ദൂരേക്ക് പോകാനായിട്ട്. ബട്ട് ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദോസ് വേർഡ്സ് ആൻഡ് ഹി വാസ് അഫ്രൈഡ് ടു സ്പീക്ക് ടു ദ പ്രീസ്റ്റ് എനി മോർ എക്സെപ്റ്റ് ടു സേ ഗുഡ് ബൈ. അപ്പോൾ ഒന്നും കൂടി പ്രീസ്റ്റിനോട് ചോദിക്കുന്നുണ്ട്, പക്ഷേ പ്രീസ്റ്റിനോട് ചോദിക്കാനുള്ള ഒരു ധൈര്യം അവനില്ല. അതുകൊണ്ട് അവൻ എന്ത് പറഞ്ഞു, ഗുഡ് ബൈ എന്ന് പറയാനുള്ള ധൈര്യം മാത്രമേ അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. He left the temple very sorrowfully and began to wonder what he should do. അപ്പോൾ ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് അവൻ ആ ഒരു ടെമ്പിളിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ആശ്ചര്യത്തോടു കൂടി, വണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര ആശ്ചര്യത്തോടു കൂടി അവൻ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താണ് അടുത്തത് ചെയ്യുക. If he went straight home, he felt sure his father would punish him for having been disobedient to the priest. So he was afraid to go home. അവനറിയാം വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തായാലും അച്ഛൻ അവനൊരു പണിഷ്മെൻറ്റ് കൊടുക്കും. എന്തിനാണ് ഡിസൊബീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അനുസരണ ഇല്ലായ്മ കാട്ടിയെന്ന്. ആരുടെ അടുത്ത്, പ്രീസ്റ്റിൻ്റെ അടുത്ത്. അതുകൊണ്ട് വീട്ടിലേക്ക് പോകാനുള്ള ധൈര്യം അവനില്ല. ഹി ഈസ് അഫ്രൈഡ്. All at once he remembered that at the next village 12 miles away there was a very big temple. അവനെ ആ കൂടി ഒരു കാര്യം അറിയാം, 12 മൈൽസ് കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ ടെമ്പിൾ ഉണ്ട്. He had heard there were several priests at that temple. അപ്പോൾ ആ ഒരു ടെമ്പിളിൽ ഒരുപാട് പുരോഹിതന്മാർ അല്ലെങ്കിൽ നമ്പൂതിരിമാരൊക്കെ ഉണ്ടെന്ന് അവൻ കേട്ടിട്ടുണ്ട്. And he made up his mind to go to them. അപ്പോൾ അവൻ എന്തായാലും അവൻ്റെ മനസ്സ് അല്ലെങ്കിൽ ആ മൈൻഡ് അവൻ എന്ത് ചെയ്തു, അതിനെ ഒരുക്കി വെച്ചു അങ്ങോട്ട് പോകാമെന്നുള്ള ആ ഒരു രീതിയിൽ. And asked them to take him for their acolyte. അപ്പോൾ ഇനി അവരുടെ ശിക്ഷനാക്കിയിട്ട് തന്നെ വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം എന്നൊക്കെ അവനിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചു. Now that big temple was closed up but the boy did not know this fact. ഇനി അവിടെ ചെല്ലുമ്പോൾ ആ ഒരു ബിഗ് ടെമ്പിള് ക്ലോസ് ആയിട്ടായിരിക്കണം, പക്ഷേ അവിടുത്തെ കാര്യം എന്താണെന്നുള്ളത് ഈ കുട്ടിക്ക് അറിയില്ല. The reason it had been closed up that a goblin had frightened the priest away and he had taken possession of the place. അപ്പോൾ എന്താണ് ഗോബ്ലിൻ എന്ന് പറഞ്ഞാൽ കുട്ടിച്ചാത്തൻ.
പൊസഷൻ എന്ന് പറഞ്ഞാൽ കൈവശം വെക്കുക. അപ്പോൾ അവിടുത്തെ റീസൺ, ആ ഒരു അമ്പലം അടച്ചിടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വരുന്ന നമ്പൂതിരിമാരെയൊക്കെ ഇവരെന്ത് ചെയ്തു, അവിടെ ഒരു ഗോബ്ലിൻ, ഒരു കുട്ടിച്ചാത്തൻ ഉണ്ടായിരുന്നു. ഓക്കെ, ആ കുട്ടിച്ചാത്തൻ എല്ലാവരും പേടിപ്പിച്ച് ഓടിച്ചു വിടുകയാണ്. എന്നിട്ട് ആ ഒരു അമ്പലം അവർ കൈവശം വരുത്തി വെക്കുകയാണ്. Some brave warriors had afterward gone to the temple at night to kill the goblin, but they had never been alive again. ചില നല്ല ധൈര്യശാലിയായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്തു, ഈ ടെമ്പിളിലേക്ക് ഈ ഒരു ഗോബ്ലിനെ ഒഴിപ്പിക്കാൻ വേണ്ടി ചെന്നു. പക്ഷേ പിറ്റത്തെ ദിവസമൊന്നും അവരെ ജീവനോട് കൂടി ആരും കണ്ടിട്ടില്ല. Nobody had ever told these things to the boy. ആരും അവനോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല. So he walked all the way to the village hoping to be kindly treated by the priest. അപ്പോൾ ഇതറിയാത്തതുകൊണ്ട് അവൻ അവിടെ ചെന്ന് കഴിഞ്ഞ ആ നമ്പൂതിരിമാരെ, പുരോഹിതന്മാരെ അവനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് അവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. When he got to the village, it was already dark and all the people were in bed. But he saw the big temple on a hill at the other end of the principal street, and he saw there was a light in the temple. അപ്പോൾ അവൻ ആ വില്ലേജിലേക്ക് എത്തുമ്പോൾ, ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് ഇരുട്ട് മൂടിയിരുന്നു. എല്ലാ ആൾക്കാരും ബെഡിലെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉറക്കമായിരുന്നു. പക്ഷേ അവൻ അതിൻ്റെ ഒരു അകലെയായിട്ട് സ്ട്രീറ്റിൻ്റെ അറ്റത്ത് അവനൊരു വലിയ ടെമ്പിൾ കാണുന്നുണ്ടായിരുന്നു. ആ ടെമ്പിളിൻ്റെ ഉള്ളിൽ വെളിച്ചവുമുണ്ട്. People who tell the story say the goblin used to make that light in order to tempt lonely travelers to ask for shelter. അപ്പോൾ എല്ലാ ആൾക്കാരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഗോബ്ലിൻ അവിടെ ഒരു വെളിച്ചം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാർക്ക് മാത്രമേ ഈ ഗോബ്ലിൻ്റെ കാര്യം, കുട്ടിച്ചാത്തൻ്റെ കാര്യം അറിയുള്ളൂ. വേറെ ട്രാവലേഴ്സ്, യാത്രികന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, സഞ്ചാരികളൊക്കെ വരുമ്പോൾ. അപ്പോൾ അവർ ഈ വെളിച്ചം നോക്കി അവിടെ ഒരു ഷെൽട്ടറിന് വേണ്ടിയിട്ട് അവർ അങ്ങോട്ട് വരില്ല, ഒരു വാസസ്ഥലത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഗോബ്ലിൻ എല്ലാവരും അട്രാക്റ്റ് ചെയ്യാനാണ് അവിടെ ഒരു വിളക്ക് ഇങ്ങനെ കത്തിച്ച് വയ്ക്കുന്നത്. The boy went at once to the temple and knocked. അപ്പോൾ ബോയ് അവിടെ എത്തിയതിന് ശേഷം ആ ടെമ്പിളിൻ്റെ അവിടെ നോക്ക് ചെയ്തു. നോക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിങ്ങനെ ഡോറും ഒരു വിരൽ വെച്ച് തട്ടില്ലേ, അതിന്. There was no sound inside. ഒരു ശബ്ദങ്ങളും അകത്ത് നിന്ന് കേൾക്കുന്നില്ല. He knocked and knocked again. ഒരു വട്ടം മുട്ടി, രണ്ടു വട്ടം ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. But still nobody came. പക്ഷേ എന്നിട്ടും ആരും വന്നില്ല. At last he pushed gently at the door and was quite glad to find that it had not been fastened. എന്ത് ചെയ്തു, ഡോറുമേ ഇങ്ങനെ പുഷ് ചെയ്തു. അപ്പോൾ ഡോർ അങ്ങോട്ട് തുറന്നു. So he went in and saw a lamp burning but no priest. എന്നിട്ട് അകത്ത് കടന്നതിന് ശേഷം ഒരു ലാമ്പ്, വിളക്ക് അവിടെ കത്തി നിൽക്കുന്നത് കണ്ടു. പക്ഷേ ഒരു പ്രീസ്റ്റിനെയും ഒരു നമ്പൂതിരിമാരെയും പുരോഹിതന്മാരെയും ഒന്നും അവിടെ കണ്ടില്ല. He thought some priest would be sure to come very soon and he sat down and waited. അപ്പോൾ പറഞ്ഞു, എന്തായാലും പെട്ടെന്ന് ഏതെങ്കിലും ഒരു നമ്പൂതിരിമാർ ഇങ്ങോട്ട് വരുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് അവൻ അവിടെ ഇരുന്നു. Then he noticed that everything in the temple was grey with dust and thickly spun over the കോബ്വെബ്സ്. കോബ്വെബ് എന്ന് പറഞ്ഞാൽ മാറാല, ചിലന്തി വല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സ്ഥലം ഒരുപാട് നാൾ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ മാറാലകളൊക്കെ വരില്ലേ. അപ്പോൾ അങ്ങനെ പൊടിയും പടലങ്ങളും അതുപോലെ തന്നെ ഇതുപോലെ മാറാലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുക. അതവൻ നോട്ടീസ് ചെയ്തു, ശ്രദ്ധിച്ചു. So he thought to himself that the priest would certainly like to have an acolyte to keep the place clean. അപ്പോൾ അവൻ മനസ്സിൽ പറഞ്ഞത് എന്താ, ഇപ്പോൾ ഇവിടെ നിറച്ച് പൊടി പടലങ്ങളും മാറാലൊക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ഒരു അക്കോലൈറ്റിന്, ഒരു ശിക്ഷൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് അവൻ മനസ്സിൽ വിചാരിച്ചു. He wondered why they had allowed everything to get so dusty. എന്നിട്ട് അവൻ ആലോചിച്ചു, ഇതെന്താണ് ഇവരുള്ളവരൊക്കെ ഇത്രയും അഴുക്ക് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരുന്നത്, എന്തുകൊണ്ടാണ് അവരിങ്ങനെ അലൗ ചെയ്തത് എന്ന് ആലോചിച്ചു. What most pleased him, however, was some big white screen good to paint cat upon. അവിടെ ഒരു വെള്ള സ്ക്രീനിലേക്കാണ് പിന്നെ അവൻ്റെ ശ്രദ്ധ പോയത്. അപ്പോൾ അവൻ എന്താ ആലോചിച്ചേ, എവിടെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലം അവൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കണ്ടാലും അവിടെയൊക്കെ അവന് ക്യാറ്റിനെ വരയ്ക്കലാണ് പണി. Though he was tired, he looked at once for a writing box and found one and ground some ink and began to paint cat. അവന് നല്ല ക്ഷീണമുണ്ട്, പക്ഷേ ഒരു സ്ക്രീൻ കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു, വേഗം അവന് വരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത്, ഇങ്കൊക്കെ എടുത്ത് റൈറ്റിംഗ് ബോക്സിലിട്ടിട്ട് എന്ത് ചെയ്തു, വരയ്ക്കാൻ തുടങ്ങി. He painted a great many cat upon the screen and then he began to feel very, very sleepy. അപ്പോൾ എന്ത് ചെയ്തു, ഒരുപാട് കാറ്റുകൾ വരച്ചു. അതിനുശേഷം അവന് നന്നായിട്ട് ഉറക്കം വന്നു തുടങ്ങി. He was just on the point of lying down to sleep beside one of the screens when he suddenly remembered the words avoid large place, keep too small. അപ്പോൾ അവന് നന്നായിട്ട് ഉറക്കം വന്നിരുന്നു. ആ ഉറക്കം വന്നിട്ട് കിടന്ന ഒരു സമയത്താണ് അവനിങ്ങനെ ആലോചിച്ചത്, ഒരു സ്ക്രീനിൻ്റെ അടുത്തായിട്ടൊക്കെ ഇടുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആണ് വലിയ അമ്പലത്തിൽ. അപ്പോൾ ആലോചിച്ച കാര്യമാണ്, വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കി ചെറിയ സ്ഥലത്തിലേക്ക് ഒതുങ്ങുക. അതാണ് അവൻ്റെ ആ ഒരു പുരോഹിതൻ അവനോട് അവസാനമായി പറഞ്ഞ അഡ്വൈസ്. The temple was very large. He was all alone, and as he thought of these words, though he could not quite understand them, he began to feel for the first time a little afraid, and he resolved to look for a small place in which to sleep. അവൻ ആ ഒരു വലിയ ടെമ്പിളിൽ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ അതൊരു വലിയ ടെമ്പിൾ ആണെന്നുള്ളത് അവനത് മനസ്സിലാക്കി. അപ്പോൾ ആദ്യമായിട്ട് അവൻ്റെ ജീവിതത്തിലെ അന്നാണ്
അതാണ് അവനൊന്ന് പേടിക്കണത്. ആൻഡ് ഹി റിസോൾവ് ടു ലുക്ക് ഫോർ എ സ്മോൾ പ്ലേസ് ഇൻ വിച്ച് ടു സ്ലീപ്പ്. എന്നിട്ട് എന്താ അവിടെ പറയുന്നത്, അവൻ ഒരു ചെറിയ സ്ഥലം അവിടെ ഒന്ന് കിടക്കാൻ വേണ്ടി കിട്ടുമോ എന്ന് അന്വേഷിക്കുകയാണ്. ഹി ഫൗണ്ട് എ ലിറ്റിൽ ക്യാബിനറ്റ് വിത്ത് എ സ്ലൈഡിങ് ഡോർ. ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ വലിപ്പ് പെട്ടി. ഇപ്പം നമ്മൾ അടുക്കളയിലെ അതുപോലെ ഷെൽഫുകളൊക്കെ ഉണ്ടാവില്ലേ, അതിനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വലിക്കണ പോലത്തെ, താഴെയായിട്ട് വലിക്കണ പോലത്തെ ഒരു കള്ളികളല്ല, അതിനെയാണ് പറയുന്നത് കേട്ടോ. സ്ലൈഡിങ് ഡോർ നമുക്കറിയാം, ഇങ്ങനെ നമ്മൾ നീക്കണം, വലിക്കല്ല നീക്കണ ഡോറ്. ഓക്കെ. ആൻഡ് വെൻറ്റ് ഇൻ ടു ഇറ്റ് ആൻഡ് ഷട്ട് ഹിംസെൽഫ് അപ്പ്. എന്ത് ചെയ്തു, അവൻ വേഗം അതിനുള്ളിലേക്ക് കടന്നിട്ട് ആ ഡോറ് അടച്ചു. ദെൻ ഹി ലേ ഡൗൺ ആൻഡ് ഫെൽ ഫാസ്റ്റ് എസ്ലീപ്പ്. വേഗം കിടന്നു, അപ്പം തന്നെ ഉറങ്ങി. അപ്പോൾ ഇതിലെന്താണ് കാര്യം, വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കി ചെറിയ സ്ഥലത്തിലേക്ക് ഒതുങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വലിയ അമ്പലത്തിനുള്ളിൽ ഏറ്റവും ചെറിയ സ്പേസ് നോക്കി അവൻ അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരുന്നു. ഉറങ്ങാനാണ്. അപ്പോൾ അവന് പേടിയുണ്ട്. ആ സമയത്താണ് ഈ പ്രീസ്റ്റ് പറഞ്ഞ വാക്കുകൾ ആലോചിച്ച്, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. Very late in the night, he was awakened by most terrible noise, a noise of frightening and screaming. അപ്പോൾ ആ ഒരു ലേറ്റ് നൈറ്റിൽ awakened എന്ന് പറഞ്ഞാൽ അവൻ വേഗം ഉണർന്നു. എങ്ങനെയായിരുന്നു, the most terrible noise, ഒരു ഭയങ്കരമായ ഒരു ശബ്ദം കേട്ടിട്ടാണ് അവൻ എണീക്കണത്. a noise of fighting, തല്ലോടുന്ന ശബ്ദം, and screaming, നിലവിളിയുടെ ശബ്ദം. It was so dreadful that he was afraid even to look through a chink of the little cabinet. അപ്പോൾ എന്താണ് dreadful എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു കാര്യമാണ് അവന്. എന്തുകൊണ്ടാണ്, ഒരു ചെറിയ ക്യാബിനറ്റിൻ്റെ ഒരു ചെറിയൊരു വിടവുണ്ട്, അതിലൂടെ പോലും അവന് നോക്കാൻ പേടിയായിരുന്നു. ഹി ലേ വെരി സ്റ്റിൽ ഹോൾഡിങ് ഹിസ് ബ്രീത്ത് ഫോർ ഫ്രൈറ്റ്. അപ്പോൾ എന്താണ്, അവൻ്റെ അവിടെ കിടന്നത് എങ്ങനെയാണ്, അവൻ്റെ ശ്വാസം പോലും അവൻ ശ്വസിക്കാൻ അവന് ആകെ പേടിയായിട്ടാണ് കിടന്നിരുന്നത്. അതുപോലും അവനെന്തെങ്കിലും പിടിച്ചു നിർത്താൻ, ഇനി ശ്വസിക്കുന്ന ശബ്ദം എങ്ങാലും അവർ കേട്ടാലോ എന്ന് വിചാരിച്ചിട്ട്. ദ ലൈറ്റ് ദാറ്റ് ഹാഡ് ബീൻ ഇൻ ദ ടെമ്പിൾ വെന്റ് ഔട്ട് ബട്ട് ദ awful സൗണ്ട് കണ്ടിന്യൂഡ് ആൻഡ് ബിക്കം മോർ awful ആൻഡ് ഓൾ ദ ടെമ്പിൾ ഷോക്ക്. awful എന്ന് പറഞ്ഞാൽ ശക്തമായ എന്നാണ് മീനിങ് കേട്ടോ. അപ്പോൾ ആ ലൈറ്റ് ടെമ്പിളിലേക്കൊക്കെ വന്നു തുടങ്ങി. പക്ഷെ എന്താണ്, അവിടെയുള്ള ആ ഒരു സൗണ്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അതുമാത്രമല്ല കൂടുതൽ ശക്തമായിട്ടാണ് ആ സൗണ്ട് വന്നിരുന്നത്. ആ ടെമ്പിൾ തന്നെ ഷൂക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഷെയ്ക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ. കുലുങ്ങിത്തുടങ്ങി. ആഫ്റ്റർ എ ലോങ് ടൈം സൈലൻസ് കെയിം ബട്ട് ദ ബോയ് വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു മൂവ്. അപ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര സൈലൻ്റായി. പക്ഷേ ആ സമയത്തും മൂവ് ചെയ്യാൻ, അങ്ങോട്ടൊന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന്, ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായാലും അവന് പേടിയായിട്ടായിരുന്നു. ഹി ഡിഡ് നോട്ട് മൂവ് അണ്ടിൽ ദ ലൈറ്റ് ഓഫ് ദ മോർണിംഗ് സൺ ഷോൺ ഇൻ ടു ദ ക്യാബിനറ്റ് ത്രൂ ദ ചിങ്സ് ഓഫ് ദ ലിറ്റിൽ ഡോർ. ആ ഒരു അവൻ്റെ ക്യാബിനറ്റിൻ്റെ ലിറ്റിൽ ഡോറിൻ്റെ ഉള്ളിൽ കൂടെ സൺഷൈൻ എന്ന് പറഞ്ഞാൽ, സൺഷോൺ എന്ന് പറഞ്ഞാൽ ഷൈൻ്റെ ഓപ്പോസിറ്റ് മീൻസ് പാസ്റ്റ് ടെൻസ് ആണ് ഷോൺ, തിളങ്ങുക. അപ്പോൾ ആ ഒരു വെളിച്ചം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ വെളിച്ചം അവൻ്റെ ക്യാബിനറ്റിലേക്ക് അടിക്കുന്ന വരെ അവൻ എന്തു ചെയ്തു, അവിടെ തന്നെ കിടന്നു പേടിച്ചിട്ട്. ഓക്കെ, ചെറിയ വെളിച്ചമല്ല, സൂര്യൻ്റെ വെളിച്ചം വരണ വരെ അവനവിടെ കിടന്നു. ദെൻ ഹി ഗോട്ട് ഔട്ട് ഓഫ് ഹിസ് ഹൈഡിങ് പ്ലേസ് വെരി കോഷ്യസ്ലി. അപ്പോൾ എന്താണ്, ശ്രദ്ധയോടുകൂടി അവൻ ഒളിച്ചിരുന്ന ഹൈഡിങ് എന്ന് പറഞ്ഞാൽ ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് പുറത്ത് കടന്നു. ആൻഡ് ലുക്ക്ഡ് അബൌട്ട്, എന്നിട്ട് എല്ലായിടത്തേക്കും നോക്കി. ദ ഫസ്റ്റ് തിങ് ഹി സോ വാസ് ദാറ്റ് ഓൾ ദ ഫ്ലോർ ഓഫ് ദ ടെമ്പിൾ വാസ് കവേർഡ് വിത്ത് ബ്ലഡ്. ഫസ്റ്റ് തന്നെ അവൻ ശ്രദ്ധിച്ചത് എന്താ, ആ ഒരു ഫ്ലോറ് മൊത്തം, നിലം മൊത്തം ബ്ലഡ് കൊണ്ട് നിറഞ്ഞിക്കാണ്. ആൻഡ് ദെൻ ഹി സോ ലൈയിങ് ഡെഡ് ഇൻ ദ മിഡിൽ ഓഫ് ഇറ്റ് ആൻഡ് enormous monstrous rat, a goblin rat bigger than a cow. എന്നിട്ട് അവൻ അവിടെ കണ്ടത് എന്താണ്, എനോർമസ്, വളരെ വലിയ, മോൺസ്ട്രസ്, രാക്ഷസീയമായ ഒരു എലി അവിടെ ചത്ത് കിടക്കണത്. ഒരു ഗോബ്ലിൻ റാറ്റ്, എന്താ കുട്ടിച്ചാത്തൻ, പ്രേതഭൂതം അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു റാറ്റ് എലി അവിടെ ചത്ത് കിടക്കുക. അത് എങ്ങനെയാണ്, ബിഗർ ദാൻ എ കൗ, ഒരു പശുവിനേക്കാൾ വലുതാണ്. ബട്ട് ഹൂ ഓർ വാട്ട് കുഡ് ഹാവ് കിൽഡ് ഇറ്റ്, ആരാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മരിക്കാനുള്ള കാരണം എന്നവൻ ആലോചിക്കുക. ദർ വാസ് നോ മാൻ ഓർ അതർ ക്രീച്ചർ ടു ബി സീൻ. ഇവിടെ വേറെ ആരും കാണുന്നില്ല, അപ്പോൾ ആരായിരിക്കും കൊന്നുണ്ടാവുക. സഡൻലി ദ ബോയ് ഒബ്സർവ് ദാറ്റ് ദ മൗത്ത് ഓഫ് ഓൾ ദ കാറ്റ് ഹി ഹാഡ് ഡ്രോൺ ദ നൈറ്റ് ബിഫോർ വിത്ത് റെഡ് ആൻഡ് വെറ്റ് വിത്ത് ബ്ലഡ്. അവൻ അവിടെ വരച്ചിരുന്ന ഓരോ കാറ്റിൻ്റെയും മൗത്ത്, ആ ഒരു വായുടെ ഭാഗമായിട്ട് റെഡ് കളറായിട്ട് ഇരിക്കുന്നുണ്ട്. അത് മാത്രമല്ല നനഞ്ഞിട്ടും ഇരിക്കുന്നുണ്ട്, വെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് ബ്ലഡ് കൊണ്ട്. Then he knew that the goblin had been killed by the cat when he had drawn. അവൻ വരച്ച ആ പൂച്ചകളാണ് ഈ ഒരു കുട്ടിച്ചാത്തനെ കൊന്നത് എന്ന് അവൻ മനസ്സിലാക്കി. And then also for the first time he understood why the wise old priest had said to him. അപ്പോൾ പ്രൈസ്റ്റ് അല്ല, പ്രീസ്റ്റ് കേട്ടോ. ആ പ്രീസ്റ്റ് അവനോട് പറഞ്ഞിരുന്ന ഒരു കാര്യം, ആ കാര്യത്തിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് അവന് മനസ്സിലായത് ഈ ഒരു ടൈമിലാണ്. അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. വലിയ സ്ഥലങ്ങൾ രാത്രികളിൽ ഉപേക്ഷിക്കൂ, ചെറിയ സ്ഥലത്ത് ഒതുങ്ങൂ. Afterward that boy became a famous
ആർട്ടിസ്റ്റ്. അവൻ എന്തായി? ഒരു വലിയ പ്രശസ്തനായ കലാകാരനായി മാറി. സം ഓഫ് ദ ക്യാറ്റ് വിച്ച് ഹി ഡ്രൂ ആർ സ്റ്റിൽ ഷോൺ ടു ദ ട്രാവലേഴ്സ് ഇൻ ജപ്പാൻ. ജപ്പാനിലെ ട്രാവലേഴ്സിനൊക്കെ, അവിടെ വരുന്ന സഞ്ചാരികൾക്കൊക്കെ അവൻ വരച്ചിരുന്ന ക്യാറ്റിൻ്റെ പിക്ചേഴ്സ് ഇപ്പോഴും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തത് നമുക്ക് ആ ഒരു കലാകാരനെ ഇതിൽ കാണണം. രണ്ടാമത്തത് ആ കുട്ടി ഒറ്റയ്ക്ക് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, അതുപോലെ അവൻ അവൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് പോകാനുള്ള പേടി കൊണ്ട് അവൻ ചെന്നെത്തുന്ന ഒരു അപകടത്തിൽ നമുക്ക് മനസ്സിലാകാം. അവിടെ ഒരു വലിയൊരു പ്രീസ്റ്റിൻ്റെ, മൂത്തവർ എന്ന് പറഞ്ഞാൽ പ്രായമായിട്ടുള്ള ആൾക്കാരുടെ ഒരു ഉപദേശം, അതൊരു പുരോഹിതൻ്റെ രൂപത്തിൽ അവന് കൊടുത്ത ഉപദേശം അവൻ്റെ ലൈഫിൽ അവൻ എങ്ങനെ പ്രാവർത്തികമാക്കി എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ സ്റ്റോറിയുടെ എക്സ്പ്ലനേഷൻ എൻഡ് ചെയ്യാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും വേഗം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ യങ്ങസ്റ്റ് ചൈൽഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റോറി? ആ സ്റ്റോറിയിലെ ആ ഏറ്റവും ചെറിയ കുട്ടീനെ എങ്ങനെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആ കുട്ടിക്ക് കൊടുത്തത്? The youngest child introduced in the story as a physically weak boy but very clever. ശാരീരികമായിട്ട് നല്ല വീക്കായിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിലും ക്ലെവർ, നല്ല ബുദ്ധിമാനാണെന്നാണ് അതിൽ ആ കുട്ടീനെ ഒരു ഇൻട്രൊഡക്ഷൻ വരുന്നത്. സെക്കൻഡ് വൺ, വൈ ഡിഡ് ദ പാരന്റ് ടേക്ക് ദ ബോയ് ടു ദ പ്രീസ്റ്റ്? എന്തുകൊണ്ടാണ് പ്രീസ്റ്റിൻ്റെ അടുത്തേക്ക് ആ കുട്ടീനെ കൊണ്ടുപോയത് അവൻ്റെ മാതാപിതാക്കൾ? The boy was very weak and he was not at all fit for hard work. So his parents thought it would be better for him to become a priest than to become a farmer. അവൻ നല്ല വീക്കായിരുന്നു, അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യാൻ, ഹാർഡ് വർക്ക് ചെയ്യാൻ അവനെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് അവൻ്റെ പാരൻസ് അവനെ പ്രീസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയത്. എന്താണ്, ഒരു പ്രീസ്റ്റ് ആവണതാണ് ഒരു ഫാർമർ ആവണേക്കാൾ നല്ലത് എന്ന് മനസ്സിലാക്കിയിട്ട്. Third, but perhaps you will become a great artist. Do you think the opinion of the priest about the boy is appropriate? Why? ഇനി അതിൽ നമ്മുടെ പ്രീസ്റ്റ് പറയുന്നുണ്ട്, നീ ഒരു നല്ല പുരോഹിതനായില്ലെങ്കിലും നീ നല്ലൊരു ആർട്ടിസ്റ്റ് ആകും എന്ന് പറയുന്നുണ്ട്. ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തുകൊണ്ട് എന്ന് എഴുതണം. യെസ്, whenever the boy is alone he drew the picture of a cat. അവൻ എപ്പോഴൊക്കെയാണോ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് അപ്പോഴൊക്കെ അവൻ ആ പൂച്ചയുടെ ചിത്രം വരയ്ക്കാറുണ്ട്. At the end of the story he became a famous artist. അത് മാത്രമല്ല, കഥയുടെ അവസാനം നമുക്ക് അവൻ വലിയൊരു കലാകാരനായിട്ടും കാണുന്നുണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ അഡ്വൈസ് ഓഫ് ദ പ്രീസ്റ്റ് ടു ദ ബോയ്? എന്തായിരുന്നു ആ പുരോഹിതനെ ആ കുട്ടിക്ക് നൽകാനുള്ള ഒരു അഡ്വൈസ്? ദ ഓൾഡ് പ്രീസ്റ്റ് അഡ്വൈസ്ഡ്, ഉപദേശം ആണ് അഡ്വൈസ്ഡ് മീനിങ്. ദ ഓൾഡ് പ്രീസ്റ്റ് അഡ്വൈസ്ഡ് അവോയ്ഡ് ലാർജ് പ്ലേസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, നൈറ്റിൽ, രാത്രികളിൽ ചെറിയ സ്ഥലത്തിലേക്ക് ഒതുങ്ങുക. ഫിഫ്ത്ത് വൺ, വൈ ഡിഡിൻ ദ ബോയ് ഗോ ഹോം ആഫ്റ്റർ ഹി ലെഫ്റ്റ് ദ ടെമ്പിൾ? ആ ഒരു പ്രീസ്റ്റിൻ്റെ അടുത്ത് നിന്ന് അമ്പലം വിട്ട് അവൻ പുറത്തിറങ്ങിയാലും അവൻ ആദ്യം പോയത് വീട്ടിലേക്കല്ല, വേറെ വലിയൊരു ടെമ്പിൾ അന്വേഷിച്ചാണല്ലോ. എന്തുകൊണ്ടാണ് അവൻ വീട്ടിലേക്ക് പോകാണ്ടിരുന്നത്? ഹി വാസ് ഷുവർ ദാറ്റ് ഹിസ് ഫാദർ വുഡ് പണിഷ് ഹിം ഫോർ ഡിസ്ഒബൈങ് ഹിം. പ്രീസ്റ്റിനെ ഒബൈ ചെയ്യാത്ത, ഡിസ്ഒബൈ എന്ന് പറഞ്ഞാൽ അനുസരിക്കാത്ത, ഒബൈ അനുസരണ, ഡിസ്ഒബൈങ് അനുസരിക്കാതിരുന്നതിൽ അവൻ്റെ അച്ഛൻ എന്തായാലും അവനെ പണിഷ് ചെയ്യും, ഓക്കെ, ഒരു ശിക്ഷ കൊടുക്കും. സോ ഹി ഫെൽറ്റ് അഫ്രൈഡ് ടു ഗോ ടു ഹോം. അതുകൊണ്ട് അവന് വീട്ടിലേക്ക് പോകാൻ പേടിയായിരുന്നു. സിക്സ്ത് വൺ, വെൻ ദ ബോയ് എൻറ്റേർഡ് ദ ടെമ്പിൾ ഹി ഡിഡ് നോട്ട് സീ എനി വൺ. വാട്ട് കുഡ് ബി ദ റീസൺ? ആ ഒരു വലിയ ടെമ്പിളിലേക്ക് ആ കുട്ടി കടന്നപ്പോൾ ആരെയും അവിടെ കണ്ടില്ല. എന്തായിരിക്കും അതിൻ്റെ കാരണം? ദ റീസൺ വാസ് ദാറ്റ് എ ഗോബ്ലിക് റാറ്റ് ഹാഡ് ഫ്രൈറ്റൻഡ് ദ പ്രീസ്റ്റേഴ്സ് അവേ ആൻഡ് ദേ took the possession of the place. എന്തുകൊണ്ടാണ്? അവിടെ ഒരു ഗോബ്ലിക് കാറ്റ് എന്ന് പറഞ്ഞ ആ കുട്ടിച്ചാത്തനായിട്ടുള്ള വലിയ കാറ്റ് അവിടെ വരുന്ന എല്ലാ നമ്പൂതിരിമാരെയും പുരോഹിതന്മാരെയും പേടിപ്പിച്ച് വിടുകയാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, and they took the possession of the place, എന്നിട്ട് ആ സ്ഥലം അവർ കൈയടക്കി. ആരെ? ഈ ഗോബ്ലിക് റാറ്റ്, ഈ കുട്ടിച്ചാത്തന്മാരായിട്ടുള്ള ഈ വലിയ എലികൾ എന്ന് പറഞ്ഞില്ലേ അവർ. അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് ആരെയും കാണാണ്ടിരുന്നത്. സെവൻത്ത് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഹി ചൂസ് എ സ്മോൾ പ്ലേസ് ടു സ്ലീപ്പ്? ഉറങ്ങാനായിട്ടൊരു ചെറിയ സ്ഥലം എന്തുകൊണ്ടാണ് അവൻ സ്വീകരിച്ചത്? ഹി വാസ് അലോൺ അറ്റ് ദറ്റ് പ്ലേസ്. അവൻ ഒറ്റയ്ക്കായിരുന്നു ആ സ്ഥലത്ത്. സോ ഹി ഫെൽറ്റ് അഫ്രൈഡ്. അതുകൊണ്ട് തന്നെ അവന് പേടിയായി. when he remembered the words of old priest. അവൻ നിന്നായിരുന്ന ആദ്യത്തെ പുരോഹിതനില്ല, നമ്പൂതിരിയില്ല, അവരുടെ വാക്കുകൾ കേട്ടത് അവൻ ഓർക്കുകയാണ്. റിമെമ്പേർഡ്, അവൻ ഓർത്തു. അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. വലിയ സ്ഥലങ്ങൾ ഉപേക്ഷിച്ച് ചെറിയ സ്ഥലത്ത് രാത്രി ഒതുങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഹി ചൂസസ് എ സ്മോൾ പ്ലേസ് ടു സ്ലീപ്. അപ്പോൾ ആ പേടി നിറഞ്ഞിട്ടിരിക്കുന്ന ആ സമയമായതുകൊണ്ട് ഇത് ഓർത്തപ്പോൾ അവന് പേടിയായി, കൂടുതൽ പേടിയായി. അതുകൊണ്ട് അവൻ വേഗം ആ ഒരു വാക്ക്, ആ ഉപദേശം അനുസരിക്കുകയാണ് ചെയ്തത്. വേഗം ഒരു ചെറിയ സ്ഥലം ഉറങ്ങാൻ വേണ്ടി കണ്ടെത്തി.
8th question, where did the boy find a safe place to sleep on? എവിടെയാണ് ആ കുട്ടി ഉറങ്ങാനായിട്ടുള്ള സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തിയത്? The boy found a little cabinet with a sliding door to sleep. ഒരു ചെറിയ ക്യാബിനറ്റ് അവൻ കണ്ടെത്തി. അവിടെ എങ്ങനെയാണ് ഒരു സ്ലൈഡിംഗ് ഡ്രോറും ഉണ്ടായിരുന്നു. അവിടെയാണ് അവൻ ഉറങ്ങിയത്. 9th one, what was the dreadful voice that the boy heard? ഒരു കുട്ടി കേട്ട ഏറ്റവും ഡ്രെഡ്ഫുൾ എന്ന് പറഞ്ഞാൽ ഭയാനകമായിട്ടുള്ള ആ ഒരു ശബ്ദം ഏതായിരുന്നു? It was a terrible noise of frightening and screaming. പേടിക്കണ അല്ലെങ്കിൽ നിലവിളിക്കുന്ന ഒരു ശബ്ദമാണ് അവിടുന്ന് അവൻ കേട്ടത്. ഇറ്റ് വാസ് ദ സൗണ്ട് ഓഫ് ദ ഗോബ്ലിൻ റാറ്റ് ഫൈറ്റിംഗ് വിത്ത് ദ കാറ്റ് ഹി ഹാഡ് ഡ്രോൺ. അവൻ വരച്ച ചിത്രത്തിലുള്ള കാറ്റുകളായിട്ട് ഈ ഒരു എലി മത്സരിക്കുന്ന അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്ന തല്ലോടുന്ന ശബ്ദമായിരുന്നു നമ്മൾ കേട്ടത്. 10th question, how do you think the goblin rat was killed? എങ്ങനെയാണ് വലിയ റാറ്റ് മരിച്ചതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? The goblin rat was killed by the cat which the boy had drawn. ആ കുട്ടി വരച്ച ക്യാറ്റ് കാരണമാണ് ആ ഒരു ഗോബ്ലിൻ റാറ്റ് മരിച്ചത്. അതിനെ കൊന്നത് ആരായിരുന്നു? ആ ക്യാറ്റ് ആയിരുന്നു. 11th question, was the advice of the priest helpful to the boy? Why? ആ ഒരു പുരോഹിതന്റെ വാക്കുകൾ ഉപദേശം ഈ കുട്ടിയെ ഹെൽപ്പ് ചെയ്തോ? എന്തുകൊണ്ട്? Yes, the boy obeyed the priest's advice and he was saved himself from a big trouble. ആ പ്രീസ്റ്റിൻ്റെ ആ ഒരു നമ്പൂതിരിയുടെ അല്ലെങ്കിൽ പുരോഹിതൻ്റെ വാക്കുകൾ കേട്ട കാരണമാണ് ഏറ്റവും വലിയൊരു ട്രബിളിൽ നിന്ന് പ്രശ്നത്തിൽ നിന്ന് അവൻ എന്താണ് സേവ് ആയത്, സുരക്ഷിതമായി എത്തിയത്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി 1, ഡിഡ് യു എൻജോയ് ദ സ്റ്റോറി? നിങ്ങൾ ഈ സ്റ്റോറി എൻജോയ് ചെയ്തു, ആസ്വദിച്ചോ? ദ ബോയ് ഹു ഡ്രൂ കാറ്റ്. ഇഫ് യു വർ ദ യങ് ബോയ് ഹൗ വുഡ് യു ടെൽ ദ സ്റ്റോറി? നിങ്ങളാണ് അതിലെ ആ ചെറിയ ഒരു കുട്ടിയുടെ കഥാപാത്രം എന്ന് വിചാരിക്കുക. നിങ്ങൾ എങ്ങനെയാണ് അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഒരാളോട് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ചോദിക്കുന്നത്. യു മേ ബിഗിൻ ലൈക്ക് ദിസ്. നിങ്ങൾക്ക് ഈ കഥ ഇങ്ങനെ പറയാം. ഐ വാസ് ദ യങ്ങസ്റ്റ് ചൈൽഡ് ഓഫ് എ പുവർ ജപ്പാനീസ് ഫാമിലി. അപ്പോൾ ഒരു പാവപ്പെട്ട ജപ്പാനീസ് ഫാമിലിയിലെ ഏറ്റവും താഴ്ന്ന കുട്ടിയായിരുന്നു ഞാൻ. അങ്ങനെ പറഞ്ഞ് നമുക്ക് എഴുതിക്കൂടെ. ഈ സ്റ്റോറി ഇപ്പം നമുക്കറിയാം. ഇനി നമ്മൾ ആയിലെ കഥാപാത്രം നമ്മളായിട്ട് നമ്മൾ അങ്ങോട്ട് എഴുതുക. ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും പറയുന്നില്ലേ, നമ്മൾ വായിച്ച അതേ സ്റ്റോറിയാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്യുക. കിട്ടുന്നില്ലെങ്കിൽ മാത്രം നമുക്കൊന്ന് റെഫർ ചെയ്യാം കേട്ടോ. I was the youngest son of the poor Japanese family. I had brothers and sisters. They helped our parents to do job. I was small and weak, so my parents decided to send me to the nearest temple as an acolyte to the old priest. I like to draw the pictures of cat. എന്താ പറയുന്നത്, ഞാനൊരു പുവർ ഫാമിലിയിലാണ് ജനിച്ചത്. എനിക്ക് ചേട്ടന്മാരും ചേച്ചികളൊക്കെ ഉണ്ട്. എൻ്റെ പാരൻസിനെ അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര വീക്കായതുകൊണ്ട് എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ എന്നെ പ്രീസ്റ്റിൻ്റെ എക്കോലൈറ്റ് ആക്കാൻ, ശിക്ഷനാക്കാൻ അവർ തീരുമാനിച്ചു. എൻ്റെ ഒരു അമ്പലത്തിലേക്ക് കൊടന്നാക്കി. എനിക്ക് പൂച്ചകളെയൊക്കെ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, നമ്മളാണ് കഥ പറയുന്നത്. അപ്പോൾ ഐ, മീ അങ്ങനെയുള്ള വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ പറയുന്നതാണല്ലോ, അപ്പം ഞാൻ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാം. But the priest didn't allow me to draw all the time. He always said me that it was not good for an acolyte to draw pictures everywhere. He told me to study book, but I couldn't stop drawing pictures. അപ്പോൾ പ്രീസ്റ്റ് എന്നെ എപ്പോഴും സമ്മതിച്ചിരുന്നില്ല ചിത്രം വരയ്ക്കാനായിട്ട്. എനിക്ക് ചിത്രം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഒരു നല്ല അക്കോളൈറ്റ് എപ്പോഴും പഠിക്കണമെന്നായിരുന്നു പ്രീസ്റ്റിൻ്റെ നിലപാട്. പക്ഷേ എനിക്കാണെങ്കിൽ ചിത്രം വരയ്ക്കണം നിർത്താനും പറ്റുന്നില്ല. At last he told me that I was not eligible to become a priest and I had the talent of an artist. അവസാനം പ്രീസ്റ്റ് എന്നോട് പറഞ്ഞു, നിനക്കൊരിക്കലും ഒരു പ്രീസ്റ്റ് ആവാൻ പറ്റില്ല, നീ ഒരു നല്ല ആർട്ടിസ്റ്റ് ആവുമെന്ന് പറഞ്ഞു, കലാകാരനാവുമെന്ന് പറഞ്ഞു. He sent me to my home by giving an advice: avoid large place at night, keep too small. അതിനുശേഷം പ്രീസ്റ്റ് എന്നെ വീട്ടിലേക്ക് അയച്ചു. ഒരു അഡ്വൈസും കൂടി തന്നു. എന്താണ്, വലിയ സ്ഥലങ്ങൾ ഉപേക്ഷിച്ച് ചെറിയ സ്ഥലത്ത് രാത്രി അന്തി ഉറങ്ങണം, അങ്ങനെ ഒരു മീനിങ്ങിൽ. പക്ഷേ എനിക്ക് ആ സമയത്ത് ഐ കുഡിന്റ് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ഹിസ് വേർഡ്സ്. എനിക്ക് അതിൻ്റെ മീനിങ് ഒന്നും ആ സമയത്ത് മനസ്സിലായില്ല. ഐ വാസ് അഫ്രൈഡ് ടു ഗോ ബാക്ക് ടു ഹോം ബിക്കോസ് ഐ വാസ് ഷുവർ ദാറ്റ് മൈ ഫാദർ വുഡ് പണിഷ് മീ. എനിക്ക് വീട്ടിലേക്ക് പോകാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം എനിക്കറിയാം എൻ്റെ അച്ഛൻ എന്തായാലും എനിക്ക് പണിഷ് ചെയ്യുന്നു. I decided to go to a temple which was situated approximately 12 miles away from this place. Approximately എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 12 മൈൽ ഈ ഒരു സ്ഥലത്തു നിന്നുണ്ട് ആ ഒരു ടെമ്പിളിലേക്ക്. അവിടെ നിൽക്കാമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു, തീരുമാനിച്ചു. There were many priests. അവിടെ ഒരുപാട് പ്രീസ്റ്റുകൾ, പുരോഹിതന്മാരെ, നമ്പൂതിരിമാരൊക്കെ ഉണ്ട്. So they would appoint me as their acolyte. അതുകൊണ്ട് തന്നെ അവരുടെ ശിക്ഷനായിട്ട് എന്നെ അവിടെ നിർത്തും. I reached that temple at night, but I didn't know that the temple was closed. ഞാൻ അവിടെ രാത്രിയായിരുന്നു ആ ടെമ്പിളിൻ്റെ അടുത്ത് എത്തിയത്. പക്ഷെ അത് അടച്ചിട്ടേക്കാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. A goblin rat had frightened the priest away and they took the possession of the temple. ഒരു കുട്ടിച്ചാത്തൻ്റെ ആ ഒരു ഇതുള്ള റാറ്റ്, എലി അവിടെ വരുന്ന എല്ലാ പ്രീസ്റ്റുകളെയും പേടിപ്പിച്ച് വിടുമായിരുന്നു. എന്നിട്ട് അവർ ആ ലോകം കൈയടക്കി, ആ ഒരു ടെമ്പിൾ കൈയടക്കി. There were light in the temple only. അവിടെ ഒരു ചെറിയ ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. I knocked the door and there had no reply from the priest. ഞാൻ അവിടെ പോയി കുറേ വട്ടം മുട്ടി, പക്ഷേ അവിടെ നിന്ന് ഒരു റിപ്ലൈ ഒന്നും ഒരു നമ്പൂതിരിമാരുടെയും കേട്ടില്ല.
ഐ ജെൻ്റ്ലി പുഷ് ദ ഡോർ ആൻഡ് വാസ് ഓപ്പൺഡ് ആസ് ഇറ്റ് വാസ് നോട്ട് ക്ലോസ്ഡ്. ഞാൻ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തപ്പോൾ ആ ഡോറ് ഓപ്പൺ ചെയ്തു, കാരണം അത് അടച്ചിട്ടിട്ടില്ല. ഐ എൻറ്റേർഡ് ഇൻ ടു ദ ടെമ്പിൾ. ഞാൻ ആ ടെമ്പിളിൻ്റെ അകത്തേക്ക് കടന്നു. ദർ വാസ് നോബഡി ഇൻ ദ ടെമ്പിൾ ആൻഡ് തിങ്സ് ദർ വർ കവേർഡ് വിത്ത് ഡസ്റ്റ്. ആരും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ആ ടെമ്പിളിൻ്റെ ഉള്ളിൽ പൊടിപടലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ദർ വർ ഇനഫ് പ്ലേസ് ടു ഡ്രോ പിക്ചേഴ്സ്. ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു ചിത്രം വരയ്ക്കാനായിട്ട്. ഐ ഡ്രൂ ദ പിക്ചേഴ്സ് ഓഫ് കാറ്റ്. ഒരു കാറ്റുകളുടെ പിക്ചറൊക്കെ ഞാൻ അവിടെ വരച്ചു. ഐ ഫെൽറ്റ് സ്ലീപ്പി ആൻഡ് ലുക്ക് ഫോർ എ പ്ലേസ് ടു സ്ലീപ്പ്. ഉറക്കം വന്നപ്പോൾ ഒരു സ്ഥലം ഞാൻ തിരഞ്ഞു. ദർ വാസ് ഫിയർ ഇൻ മൈ മൈൻഡ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് എൻ്റെ മനസ്സിൽ മുഴുവൻ എന്തായിരുന്നു, ചിന്തകളിലൊക്കെ പേടിയായിരുന്നു. ഐ റിമെമ്പർ ദ വേർഡ്സ് ഓഫ് ദ ഓൾഡ് പ്രീസ്റ്റ്. അവിടെ നിന്നുള്ള വയസ്സായ ഒരു നമ്പൂതിരി തന്ന ഉപദേശം ഞാൻ ആ സമയത്ത് ആലോചിച്ചു. ഐ സെർച്ച്ഡ് ഫോർ എ സ്മോൾ പ്ലേസ് ടു സ്ലീപ്പ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു സ്ഥലം ഞാൻ തിരഞ്ഞു. ഐ ഫൗണ്ട് എ ക്യാബിനറ്റ് ടു സ്ലീപ്പ്. ഒരു കള്ളി ആൾ കണ്ടെത്തി ഉറങ്ങാനായിട്ട്. ഐ എൻറ്റേർഡ് ഇൻ ടു ഇറ്റ് ആൻഡ് ക്ലോസ് ദ ഡോർ. അതിലേക്ക് കടന്നിട്ട് ആ ഡോർ ഞാൻ ക്ലോസ് ചെയ്തു. എ നോയ്സ് ഓഫ് ഫ്രൈറ്റനിങ് ആൻഡ് സ്ക്രീമിങ് അവൈക്കൺ മീ. അപ്പോൾ എന്നെ ഒരു പേടിപ്പിക്കുന്ന ശബ്ദം നിലവിളി എന്നെ അവിടുന്ന് എഴുന്നേൽപ്പിച്ചു. ഐ മെയ്ഡ് നോ സൗണ്ട് ആൻഡ് വെയിറ്റഡ് ടിൽ മോർണിംഗ്. ഒരു സൗണ്ടും ഉണ്ടാക്കാതെ രാവിലെ വരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ഇൻ ദ മോർണിംഗ് ഐ സോ ദ ഗോബ്ലിൻ റാറ്റ് വിച്ച് വാസ് ബിഗർ ദാൻ എ കൗ ലൈങ് ഡെഡ് ദർ. രാവിലെ ഒരു പശുവിനേക്കാൾ വലുതായിട്ടുള്ള ഒരു റാറ്റിനെ ഞാൻ അവിടെ കണ്ടു. നോബഡി വാസ് ദ എക്സെപ്റ്റ് മീ. അവിടെ മരിച്ചു കിടക്കുന്നതാണ് കണ്ടു കേട്ടോ, ഞാനല്ലാതെ വേറെ ആരും അവിടെ ഇല്ല. ഐ ഫൗണ്ട് ബ്ലഡ് കമ്മിങ് ഫ്രം ദ മൗത്ത് ഓഫ് ദ ക്യാറ്റ് വിച്ച് ഐ ഹാഡ് ഡ്രോൺ യെസ്റ്റർഡേ. അപ്പം ഞാൻ വരച്ച ആ ഒരു കാറ്റുകളുടെ മൗത്തിൽ നിന്ന്, വായിൽ നിന്ന് ബ്ലഡ് വരുന്നതായിട്ട് ഞാൻ കണ്ടു. ഐ റിയലൈസ് ദാറ്റ് ദ ക്യാറ്റ് ഹാഡ് കിൽഡ് ദ ഗോബ്ലിൻ ക്യാറ്റ്. പിന്നീട് എനിക്ക് മനസ്സിലായി അവിടുത്തെ ആ ഒരു റാറ്റിനെ കൊന്നത് ആരാണ്, ഞാൻ വരച്ച ആ പൂച്ചകളാണ്. ദെൻ ഐ അണ്ടർസ്റ്റുഡ് ദ മീനിങ് ഓഫ് ദ ഓൾഡ് പ്രീസ്റ്റ്. അപ്പോൾ ഓൾഡ് പ്രീസ്റ്റ് എന്താണോ പറഞ്ഞതിൻ്റെ മീനിങ് എനിക്ക് മനസ്സിലായി. ആക്ടിവിറ്റി 2, ഹൗ വാസ് ദ ഗോബ്ലിൻ റാറ്റ് കിൽഡ്. എങ്ങനെയാണ് ആ ഒരു റാറ്റ് എലി അവിടെ കൊന്നത്, അയാൾ മരിച്ചത്. റൈറ്റ് ദ ഇവന്റ് ദാറ്റ് ലെഡ് ടു ദ ഡെത്ത് ഓഫ് ദ ഗോബ്ലിൻ റാറ്റ് ടു കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൻ ബിലോ. അപ്പോൾ താഴെ നമുക്കൊരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എങ്ങനെയാണ് ആ റാറ്റ് മരിച്ചത് എന്നുള്ള ആ ഒരു സെൻറ്റൻസ് ആക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്, എ ഗോബ്ലിൻ റാറ്റ് ഫ്രൈറ്റൻ ദ പ്രീസ്റ്റ് അവേ ആൻഡ് ലുക്ക് പൊസഷൻ ഓഫ് ദ ടെമ്പിൾ. അപ്പോൾ ഗോബ്ലിൻ റാറ്റ് അവിടെ വരുന്ന എല്ലാ നമ്പൂതിരിമാരെയും പേടിപ്പിച്ച് വിട്ട് അവിടുത്തെ സ്ഥലം കൈയടക്കി ഇരിക്കുകയായിരുന്നു. ഇനി ബാക്കിയുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയാസിൽ എഴുതാട്ടോ. അവസാനം എന്താണ്, ആ ഗോബ്ലിൻ ക്യാറ്റ് കിൽഡ്, ക്യാറ്റല്ല റാറ്റ് കിൽഡ് എന്ന് വരണം. അപ്പോൾ അവിടേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ ഇതിനുള്ളതൊക്കെ എഴുതുക. ദ ബോയ് എൻറ്റേർഡ് ദ ടെമ്പിൾ ആൻഡ് ഡ്രോ ദ പിക്ചേഴ്സ് ഓഫ് കാറ്റ്. അപ്പോൾ ബോയ് ആ ടെമ്പിളിൻ്റെ അകത്തേക്ക് കടന്നിട്ട് പൂച്ചയുടെ ചിത്രം വരച്ചു. ദ ബോയ് ഫെൽറ്റ് അഫ്രൈഡ് ആൻഡ് ചൂസ് എ ക്യാബിനറ്റ് ആസ് ഹിസ് ഷെൽട്ടർ ആൻഡ് ഫെൽ അസ്ലീപ്. എന്തു ചെയ്തു, അവന് പേടി കാരണം അവനൊരു ക്യാബിനറ്റ് തെരഞ്ഞെടുത്തിട്ട് അവിടെ അവൻ കിടന്നുറങ്ങി. ഹി വാസ് അവൈക്കൻ ബൈ ദ നോയ്സ് ഓഫ് ഫ്രൈറ്റനിങ് ആൻഡ് സ്ക്രീമിങ്. ആരുടെയോ ഒക്കെ നിലവിളികളും അതുപോലെ തന്നെ പേടിക്കണ ഓരോ ശബ്ദങ്ങളും കേട്ടിട്ടാണ് അവൻ എഴുന്നേറ്റത്. എ ഗോബ്ലിൻ റാറ്റ് ബിഗർ ദാൻ എ കൗ വാസ് ലൈങ് ഡെഡ് ഓൺ ദ ഫ്ലോർ. അവൻ കണ്ടത് എന്താണ്, ഒരു പശുവിനേക്കാൾ വലുപ്പമുള്ള ഒരു റാറ്റ് മരിച്ച് ആ ഒരു ഫ്ലോറിൽ നിലത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക്